നമസ്തേ. ഒരു ദിവസത്തെ വാർത്താ പകൽ അരമണിക്കൂറിൽ സ്വാഗതം. ടോപ്പ് 7 at 7-ലേക്ക്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെന്ന് കൊല്ലം വിജിലൻസ് കോടതി. വേലി തന്നെ വിളവ് തിന്നെന്നും നിരീക്ഷണം. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലാണ് വിജിലൻസ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. അതേസമയം മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലാണ് വിജിലൻസ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ. സ്വർണ്ണക്കവർച്ചയിൽ പത്മകുമാറിന് വ്യക്തമായ പങ്കുള്ളതായി കോടതി നിരീക്ഷിച്ചു. വേലി തന്നെ വിളവ് തിന്നു എന്നാണ് പത്മകുമാറിന്റെ പങ്കിനെ കോടതി വിലയിരുത്തിയത്. ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് തന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണെന്നും കോടതി പറയുന്നു. ഗുരുതരമായ വീഴ്ച പത്മകുമാറിന് സംഭവിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത സൗഹൃദമാണ്. 2018 മുതൽ ഇവർ തമ്മിൽ പരിചയമുണ്ടെന്നും കോടതി കണ്ടെത്തി. പത്മകുമാറും പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായ സംശയങ്ങളുമുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പത്മകുമാറിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഗുരുതര കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. തിരുവനന്തപുരം ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസറാണ് ചോദ്യം ചെയ്യൽ. കോടതി ജയശ്രീക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ SITക്ക് മുന്നിൽ ഹാജരാവുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഡി മണിക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ SITക്ക് സാധിച്ചില്ല. ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ SIT റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. ഡി മണിയെ പ്രതി ചേർക്കാൻ മതിയായ തെളിവില്ലെന്നാണ് SITയുടെ നിലപാട്. സ്വർണ്ണക്കവർച്ച കേസിൽ മുരാരി ബാബു, എ പത്മകുമാർ, ഗോവർദ്ധൻ എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷകളിൽ തിങ്കളാഴ്ച ഹൈക്കോടതി ഒരുമിച്ച് വാദം കേൾക്കും. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കവർച്ചയെ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന നിലയിൽ ഉയർന്നുകേട്ട പേരായിരുന്നു ഡി മണിയുടേത്. എന്നാൽ ഡി മണിക്ക് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധമില്ലെന്നും കേസിൽ പ്രതിയാക്കാൻ മതിയായ തെളിവുകളില്ലെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. ഡി മണിയെയും പ്രവാസി വ്യവസായിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുണ്ട്. പഞ്ചലോഹ വിഗ്രഹം കടത്തിക്കൊണ്ടുപോയ വകയിൽ ഡി മണിയും ശബരിമലയിലെ ഭരണ ചുമതലയുള്ള ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2020 തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടത്തിയതായും പ്രവാസി വ്യവസായി മൊഴി നൽകിയിരുന്നു. എന്നാൽ ഡി മണി തിരുവനന്തപുരത്ത് എത്തിയത് വ്യക്തിപരമായ ആവശ്യത്തിനാണെന്നാണ് SITയുടെ റിപ്പോർട്ട്. അതേസമയം ഡി മണിക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മണിക്ക് പഞ്ചലോഹ വിഗ്രഹം എടുത്തുകൊടുത്തെന്ന് പ്രവാസി വ്യവസായിയുടെ മൊഴിയിലുള്ള ശബരിമലയിലെ ഭരണ ചുമതലയുള്ള ഉന്നതനിലേക്കും SITയുടെ അന്വേഷണം എത്തിയിട്ടില്ല. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളായ മുരാരി ബാബു, എ പത്മകുമാർ, ഗോവർദ്ധൻ എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷകളിൽ തിങ്കളാഴ്ച ഹൈക്കോടതി ഒരുമിച്ച് വാദം കേൾക്കും. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി SITയുടെ റിപ്പോർട്ട് തേടി. ജനം, കൊച്ചി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയ ജയശ്രീയെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. നാളെയും ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കും. കേസിലെ 4ാം പ്രതിയായ ജയശ്രീക്ക് സ്വർണ്ണക്കവർച്ച ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പത്തേകാലോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരന്റെ നേതൃത്വത്തിൽ 2 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. കേസിലെ 4ാം പ്രതിയായ ജയശ്രീക്കും സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയ ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവെച്ചത് ജയശ്രീയാണ്. കേസിലെ ഗൂഢാലോചനയിൽ ജയശ്രീക്കും പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം ജയശ്രീയെ ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച ജയശ്രീയെ നാളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ദ്വാരപാലക ശില്പങ്ങളിലേത് സ്വർണം പൊതിഞ്ഞ പാളികളാണെന്ന് അറിയാമായിരുന്നിട്ടും അത് മറച്ചുവെച്ചുകൊണ്ട് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയെന്നായിരുന്നു കേസ്. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നാണ് ജയശ്രീ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്. നേരത്തെ പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും ജയശ്രീ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ കോടതി തള്ളിയിരുന്നു. തുടർന്ന് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്നായിരുന്നു ജയശ്രീയുടെ ആവശ്യം. തുടർന്ന് കോടതി താൽക്കാലികമായി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞു. ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ജയശ്രീ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ജനം, തിരുവനന്തപുരം. പശ്ചിമബംഗാളിൽ നാടകീയ രംഗങ്ങൾ. തൃണമൂൽ കോൺഗ്രസിന്റെ IT വിഭാഗം മേധാവിയും
ഉപദേശക ഏജൻസിയായ ഐപാക് തലവനുമായ പ്രതീക് ജെയിനിന്റെ വീട്ടിലും ഓഫീസിലും ഇഡിയുടെ മിന്നൽ റെയ്ഡ്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതീകിന്റെ വസതിയിലേക്ക് ഇരച്ചെത്തി. തുടർന്ന് പച്ച ഫയലുമായി മമത പുറത്തുകടന്നു. മമതയുടെ നീക്കത്തിനെതിരെ BJP രംഗത്തെത്തി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ED. വിവരങ്ങളുമായി S. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, യഥാർത്ഥത്തിൽ ഈ റെയ്ഡ് എന്ന് പറയുന്നത് ഈ കൽക്കരി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ വളരെ കൃത്യമായി ചില ആരോപണങ്ങൾ മമതയ്ക്കെതിരെ ഉയർന്ന സാഹചര്യമുണ്ട്. ED അവിടെ റെയ്ഡിനെത്തിയപ്പോൾ എന്തൊക്കെ നാടകീയ സംഭവവികാസങ്ങളാണ് അവിടെ ഉണ്ടായത്? നീലുമായി കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നിപ്പോൾ ഈ പ്രമുഖ രാഷ്ട്രീയ കൺസൾട്ടൻസി, അതായത് പൊളിറ്റിക്കൽ കൺസൾട്ടൻസി ഗ്രൂപ്പായ IAPC മേധാവി പ്രതീഷ് ജെയിനിന്റെ വസതിയിൽ ഇത്തരത്തിലൊരു റെയ്ഡിന് തയ്യാറായത്. ഈ റെയ്ഡിനിടയിൽ നടന്നത് നാടകീയ സംഭവങ്ങളാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ പ്രതീക് ജെയിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടന്നപ്പോൾ അവിടെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും വകവെക്കാതെ മമതാ ബാനർജി ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ ഇവർ ഈ പ്രതീക് ജെയിന്റെ വീടിനകത്ത് പ്രവേശിക്കുകയും പിന്നീട് അല്പസമയത്തിനകം തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങുകയുമാണ് ചെയ്തത്. പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ഇതൊരു പ്രതികാര മനോഭാവത്തിലുണ്ടായ പരിശോധനയാണെന്നും തന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട രേഖകളടക്കം പിടിച്ചെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുകയാണെന്നുമാണ് ഇവർ ആരോപിച്ചിരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയടക്കം ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇതടക്കം തട്ടിയെടുക്കുവാനുള്ള ശ്രമമായിരുന്നു നടന്നത് എന്നുള്ള ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ആരോപിച്ചത്. അതേസമയം ഈ പ്രതീക് ജെയിൻ എന്നുള്ള ആള് ഇയാൾ തൃണമൂൽ കോൺഗ്രസിന്റെ IT വിഭാഗം മേധാവിയും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ട്രാറ്റജിക് രൂപീകരണം അല്ലെങ്കിൽ നയരൂപീകരണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മുഖ്യ തീരുമാനമെടുക്കുന്ന വ്യക്തിയുമാണ്. ഈ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുഴുവൻ അഴിമതി കഥകളും ഇയാൾക്ക് കൃത്യമായി വശമുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരം ഒരു പരിശോധനയ്ക്ക് തയ്യാറായത്. അതേസമയം BJP ചൂണ്ടിക്കാണിക്കുന്നത് ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എതിരെയുള്ള നടപടിയാണ്, കൃത്യനിർവഹണമാണ്. ഈ റെയ്ഡ് തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ശ്രമിച്ചത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൽക്കട്ട ഹൈക്കോടതിയിൽ പെറ്റീഷന് തയ്യാറെടുക്കുകയാണ് BJP ഇപ്പോൾ. മാത്രവുമല്ല നന്ദൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൽക്കട്ട ഹൈക്കോടതിയിലേക്ക് പോകുകയാണ്. ഈ അന്യായമായ ഇടപെടൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിൽ നടത്തിയ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെതിരെ കൽക്കട്ട ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഈ നീക്കത്തെ പറയുന്നത് മറ്റൊരു ഭാഷ്യം കൊടുത്തുകൊണ്ടാണ്. തങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ, തെരഞ്ഞെടുപ്പിൽ എന്ത് സ്ട്രാറ്റജിയാണ് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി EDയെ വിട്ട് റെയ്ഡ് നടത്തി എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ അഴിമതി ആരോപണം മൂടിവെച്ചുകൊണ്ട് രാഷ്ട്രീയമായി ചില കള്ളങ്ങൾ വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുകയല്ലേ മമതാ ബാനർജി ചെയ്യുന്നത്? നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രി എന്ന പദം ദുരുപയോഗം ചെയ്താണ് മമതാ ബാനർജി റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ കൃത്യം അത് തടസ്സപ്പെടുത്തുകയായിരുന്നു മമതാ ബാനർജി ചെയ്തത് എന്നുള്ളതാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളുടെ ഉദ്യോഗസ്ഥരെ അടക്കം ഈ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കൃത്യമായ കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുവാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. അതേസമയം മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട റെയ്ഡല്ല, മറിച്ച് തങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി മനസ്സിലാക്കുവാൻ വേണ്ടി BJP നടത്തിയ നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരമൊരു പരിശോധന എന്നുള്ളതാണ് മമതാ ബാനർജി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. താൻ അവിടെ നിന്നും ചില രേഖകൾ എടുത്തു മാറ്റി എന്നുള്ള കാര്യവും മമതാ ബാനർജി സമ്മതിക്കുന്നുണ്ട്. അത്തരത്തിലൊരു
ഫയൽ ഈ വീടിനകത്തേക്ക് പോയിട്ട് പുറത്തു വന്നപ്പോൾ അത്തരത്തിലൊരു ഫയൽ മമതാ ബാനർജിയുടെ കൈവശമുണ്ടായിരുന്നു. ഹാർഡ് ഡിസ്കും അതേപോലെ തന്നെ ചില സുപ്രധാന രേഖകളടക്കമാണ് തന്റെ കൈവശം ഉള്ളത് എന്നുള്ളതായിരുന്നു മമതാ ബാനർജി ചൂണ്ടിക്കാണിച്ചത്. ആ ഹാർഡ് ഡിസ്കിലടക്കം സ്ഥാനാർത്ഥികളുടെ പട്ടികയടക്കം ഉണ്ടായിരുന്നു. അത് കൈവശപ്പെടുത്താൻ വേണ്ടി BJP നടത്തിയ നീക്കത്തിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു പരിശോധന എന്നുള്ള ആരോപണമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. അതേസമയം ഇത് രാഷ്ട്രീയ വൈര്യം മൂലമല്ല, മറിച്ച് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള സ്വാഭാവിക നടപടികളുടെ ഭാഗമായിരുന്നു ഇത്തരമൊരു പരിശോധന. പ്രദീപ് ജെയിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആരോപണ വിധേയനാണ്. കോൺഗ്രസിന്റെ എല്ലാ ഇത്തരം സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷനുകളും നയിക്കുന്നത് ഈ പ്രദീപ് ജെയിനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ വസതിയിലടക്കം റെയ്ഡ് നടത്തേണ്ടതിന്റെ അനിവാര്യതയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും BJPയും വ്യക്തമാക്കുന്നത്. ഇഡി റെയ്ഡിൽ പശ്ചിമബംഗാൾ രാഷ്ട്രീയം കലുഷിതമാകുകയാണ്. വിവരങ്ങളാണ് S. നന്ദഗോപൻ പങ്കുവച്ചത്. ചാനൽ ചർച്ചകളിലെ സജീവ ഇടത് ശബ്ദം റെജി ലൂക്കോസ് BJPയിൽ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും BJPയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും റെജി ലൂക്കോസ് പ്രതികരിച്ചു. 35 വർഷത്തെ ഇടതുപക്ഷത്തോടൊപ്പമുള്ള യാത്ര അവസാനിപ്പിച്ചാണ് ദേശീയതയ്ക്കൊപ്പം ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് അണിചേരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ദശാബ്ദങ്ങളായിട്ട് മാർക്സിസ്റ്റ് ചിന്തകനും അതോടൊപ്പം തന്നെ സംവാദകനും കേരളത്തിലെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഏറെ സുപരിചിതനും ആയിട്ടുള്ള ശ്രീ റെജി ലൂക്കോസ് ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനായി സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഷോൾ അണിയിച്ച് BJPയിലേക്ക് അംഗത്വം കൊടുക്കുകയാണ്. ദ്രവിച്ച ആശയങ്ങൾക്കിനി പ്രസക്തിയില്ലെന്നും BJPയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും റെജി ലൂക്കോസ് പ്രതികരിച്ചു. ആശയപരമായി രാഷ്ട്രീയ യുദ്ധത്തിനുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ലെന്നും യുവാക്കൾ നാടുവിടുന്നുവെന്നും അങ്ങനെ പോയാൽ കേരളം വൃദ്ധാലയമാകുമെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. BJPയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ റെജി ലൂക്കോസ് ഇനി മുതൽ ശബ്ദിക്കുന്നത് BJPക്ക് വേണ്ടി മാത്രമെന്നും വ്യക്തമാക്കി. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശബ്ദമായി എനിക്ക് വരാൻ പറ്റുമെങ്കിൽ എൻ്റെ ശബ്ദങ്ങൾ അതിനോട് ചലിക്കും. ഞാൻ പുതിയ തലമുറയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെൻ്റെ ഡിബേറ്റുകൾ കാണുന്ന ആർക്കും അറിയാം. ആ തലമുറയുടെ മാറ്റിക്കൊണ്ട് ആ തലമുറയ്ക്ക് ഒന്നും കൊടുക്കാതെ കൊണ്ട് ഇപ്പോഴത്തെ ഈ തമ്മിലടി ശരിയില്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരുടെ പക്ഷത്തേക്ക് എനിക്ക് ഇതുമായിട്ട് ചേരാണ്ട് ജോയിൻ ചെയ്ത നിമിഷം പോലെ എനിക്ക് കിട്ടുന്നതെല്ലാം വളരെ സ്നേഹമാണ്. അപ്പോൾ നല്ല സ്നേഹമുള്ള ഒരു പറ്റം മനുഷ്യരോടൊപ്പം ചേർന്നു. എന്നെ അവർ വളരെ സ്നേഹത്തോടുകൂടി ആർദ്രമായിട്ട് അവർ സ്വാഗതം ചെയ്തു. അവർ പറയുന്ന രീതിയിലുള്ള പാർട്ടി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളോട് ഞാൻ മുന്നോട്ട് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPയിലേക്കുള്ള ഒഴുക്ക് തുടരുന്നത് പ്രവർത്തകർക്കും നേതൃത്വത്തിനും കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. ചാനൽ ചർച്ചകളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുന്നയിച്ച ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറിന് CPMന്റെ താക്കീത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം ഇനി ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്ന് മുന്നറിയിപ്പ്. അതേസമയം പാർട്ടി ലൈനിൽ തന്നെയാണ് സംസാരിച്ചതെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഹസ്കറിന്റെ പ്രതികരണം. കേരളത്തിൽ ഇടതുപക്ഷത്തിന് നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നുവെന്നാണ് ചാനൽ ചർച്ചയിൽ ഹസ്കർ വിമർശിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നു വിമർശനം. പാർട്ടി അംഗം കൂടിയായ ഹസ്കറിന്റെ വാക്കുകൾ CPMനെ ചൊടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗം K. സോമപ്രസാദ് ഹസ്കറിന് മുന്നറിയിപ്പ് നൽകിയത്. ഇടതു നിരീക്ഷകൻ എന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു നിർദ്ദേശം. അതേസമയം താൻ കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് വ്യക്തമാക്കിയതെന്നും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അഡ്വക്കേറ്റ് BN ഹസ്കർ പ്രതികരിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് ആ കാര്യം ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ 2 രേഖകൾ ആണ് എന്നെ അവലംബിക്കുന്നത്. ആ രേഖകൾ പ്രകാരം ചെയ്തത് ശരിയല്ല എന്ന തോന്നലാണ് ഇപ്പോഴും എനിക്കുള്ളത്. അതിൽ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിൽ പാർട്ടി ലൈൻ വിട്ടിട്ടില്ല. പാർട്ടിയാണല്ലോ എല്ലാത്തിനും മീതെ. തനിക്കെതിരെ നടപടിയെടുത്താൽ AK ബാലനും രാജു എബ്രഹാമും നടപടിക്ക് അർഹരാണെന്ന് ഹസ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി ലൈനിൽ നിന്ന് മാറി താനൊന്നും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന ലേബലിൽ തന്നെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാനാണ് ആഗ്രഹമെന്നും അഡ്വക്കേറ്റ് BN ഹസ്കർ പറഞ്ഞു. ജനം, കൊല്ലം.
ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ AK ബാലനെ പിന്തുണച്ച് മുഖ്യമന്ത്രി. വർഗീയ പ്രശ്നങ്ങൾക്ക് കാരണം UDF നിലപാടെന്നും പിണറായി കുറ്റപ്പെടുത്തി. തരാതരം പോലെ വർഗീയത കളിക്കുകയും അത് മൂടിവെക്കുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് നേതാക്കളെന്നും വിമർശനം. ക്രൈസ്തവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നിർദ്ദേശിക്കുന്ന JP കോശി കമ്മീഷൻ ശുപാർശകൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വർഗീയത വെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരെല്ലാം കേരളത്തിലും രാജ്യത്തുമുണ്ട് നമുക്കറിയാലോ. അവരിടയ്ക്കിടെ നിലപാട് മാറ്റാറുണ്ട്. ഞങ്ങൾ ആ ഗണത്തിൽപ്പെട്ടവരല്ല. ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ. തരാതരം പോലെ വർഗീയത കളിക്കുകയും അത് മൂടിവെക്കാൻ നല്ല വിള ചമയുകയും ചെയ്യുന്നവരാണ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. മുഖ്യമന്ത്രി വാർത്താസമ്മേളനങ്ങൾ നിരന്തരം വിളിച്ചുകൂട്ടുകയാണ്. എന്താണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിന്റെ അജണ്ട? എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? പ്രധാനമായും ഒന്ന്, ഈ വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്നത് എന്തായാലും ഇനി തുടരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലിയടക്കം മാറ്റണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ പാർട്ടിയിൽ സജീവമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ മാധ്യമങ്ങളെ കണ്ട് ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുക എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ശൈലി. ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ് എന്നുള്ളത് ഒരു ബാലൻസിങ് ആയിരുന്നു മൊത്തത്തിൽ എന്നുള്ളതായിരുന്നു നമ്മൾ കാണേണ്ടത്. ഒരു ബാലൻ്റെ കേസിലാണെങ്കിലും ശരി, UDFൻ്റെ കേസിലാണെങ്കിലും ശരി, അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ശരി, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട AK ബാലൻ്റെ പ്രസ്താവന അത് കൃത്യമായി UDFൻ്റെ ഭരണകാലത്ത് എങ്ങനെയായിരിക്കും സാഹചര്യം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരം സംഘടനകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കാനുള്ള സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള ചില കലാപങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഇത്തരം വർഗീയ കലാപങ്ങളൊന്നും കേരളത്തിൽ, എന്നാൽ ഇതിനു മുൻപ് ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം മാറാട് കലാപമടക്കം ചൂണ്ടിക്കാട്ടി പറയുന്നു. അതോടൊപ്പം തന്നെ UDF ആകട്ടെ നേരത്തെ മുസ്ലിം വിരുദ്ധമായ പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് VD സതീശൻ്റെ പരാമർശങ്ങൾ, മലപ്പുറം ജില്ലയിൽ കൂടുതൽ സ്കൂളുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ 5ാം മന്ത്രി വിവാദം, നേരത്തെ AK ആന്റണി രാജിവെക്കുന്ന സമയത്ത് അദ്ദേഹം ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെതിരെയൊക്കെ സ്വീകരിച്ച നിലപാടൊക്കെ എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇതേ ആളുകളാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകളെ, സംഘടനകളെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഒപ്പം SDPIയും വർഗീയ പാർട്ടിയൊക്കെ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി CPMനൊപ്പം കൂടുമ്പോൾ വർഗീയ പാർട്ടിയാകാതിരിക്കുകയും കോൺഗ്രസിനൊപ്പം ചേരുമ്പോൾ വർഗീയ പാർട്ടിയാണെന്ന് CPM പറയുകയും ചെയ്യുന്നുവെന്നുള്ള വിമർശനങ്ങൾ കൂടി മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ പോകാൻ സർക്കാർ അനുമതി. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയാണ് അപ്പീൽ നൽകുക. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക്. ഫസ്റ്റ് ഓൺ ജനം. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. പ്രയാഗിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ശബ്ദമായി മാറിയ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു ഗാഡ്ഗിൽ. സംസ്കാരം പൂനെയിലെ നവിപേട്ടിലുള്ള വൈകുണ്ഠ ശ്മശാനത്തിൽ നടന്നു. നാലാമത് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ജനം TV സംഘടിപ്പിക്കുന്ന മ്യൂസിക് ഇന്ത്യ സീസൺ 3 അല്പസമയത്തിനകം അരങ്ങേറും. പ്രശസ്ത ഗായിക സിതാര കൃഷ്ണകുമാറും സംഘവും നയിക്കുന്ന പ്രോജക്ട് മലബാറിക്കസ് പരിപാടി നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് നടക്കുക. ഇതിനുള്ള ഒരുക്കം അവസാന ഘട്ടത്തിലാണ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ജനം TV മ്യൂസിക് ഇന്ത്യ സീസൺ 3. സിതാര കൃഷ്ണകുമാർ നയിക്കുന്ന സംഗീത ദിശ, പ്രോജക്ട് മലബാറിക്കസ്. ക്ലാസിക്കൽ സംഗീതത്തിന്റെ ആഴവും യൂത്തിന്റെ ആവേശം, മാസ് ആഘോഷം ഒരേ വേദി. നിയമസഭാ കോംപ്ലക്സിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ജനുവരി 8 വൈകിട്ട് 7 മുതൽ.
Altasa presents Janam TV Music India Season 3 live in concert, powered by Supra Pacific Financial Services Limited, Willy White, UGS Gold Loan, Ayurveda Mix Plus Kashaya Soap, St. Paul's Ayurveda, Treat Wood, in association with Josco Jewelers, IBIS Group of Institutions, Shobhika Weddings, Baby Memorial Hospital, Sadhu Merry Kingdom Amusement Park, Chemmanur International Jewelers, Sauparniga Builders, SK Hospital, Edappazhi, Trivandrum, Bhima Jewelry, Vismaya Amusement Park, Alpha Hill Skin and Hair Clinic, Abhishegam Jewelry, Supernova Food Products, Hotel Golden Couch, Swarnamukhi Gold and Diamonds. നിയമസഭയിൽ നിന്ന് ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. ഈ റിപ്പോർട്ടോട് ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. നാലാമത് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ത്രില്ലിൽ തന്നെയാണ് അനന്തപുരി. അടുത്തതായി ജനൻ ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ 3 അവതരിപ്പിക്കുന്ന സിത്താര കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പ്രൊജക്ട് മലബാർ കേസിന്റെ സംഗീത വിരുന്ന് ആസ്വദിക്കുവാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വലിയ ആവേശത്തിൽ തന്നെയാണ് അനന്തപുരി എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറഞ്ഞത്. നമുക്കറിയാം സിത്താരയുടെ പാട്ടുകൾക്ക് ഇനി കാതോർക്കാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആഘോഷരാവിനോടൊപ്പം ജനൻ ടി വിയും പങ്കുചേരുന്ന സുലഭ മുഹൂർത്തത്തിലേക്ക് തന്നെയാണ് കടക്കാൻ പോകുന്നത്. എന്തായാലും വലിയ ആവശ്യത്തിൽ തന്നെയാണ് അനന്തപുരി. നമുക്കറിയാം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഈ ഷോ കാണുവാനായി നിയമസഭാ ഹാളിൽ എത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. നിരവധി ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ആവേശത്തിൽ ആറാടിക്കുവാനാണ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളത് എന്ന് തന്നെയാണ് ജനൻ ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ 3യുടെ ഏറ്റവും ആവേശകരമായ പരിപാടിക്കാണ് ഇനി അല്പസമയത്തിനകം ഈ വേദി സാക്ഷ്യം വഹിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്.